ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഉണ്ണിയോട്. ഉണ്ണി വന്നു. എന്നിട്ട് എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണി ഉണ്ണി അയ്യോ, ചതിക്കല്ലേ, കുളിക്കാണ്. എന്താ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. ഒന്ന് വേഗം വന്നേ. വരുന്നു. എന്താ, എന്ത് പറ്റി? എത്ര ദിവസമായി കണ്ടിട്ട്, കാണാൻ കൊതിയാവുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ മറന്നെന്ന്. മല്ലിയെ എങ്ങനെ മറക്കാൻ പറ്റും? നീ എന്ത് മല്ലിയെ, എന്ത് പറ്റി? നിന് വട്ടു കേസാണെന്ന് തോന്നുന്നു. നിന്നോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. എന്താണ് കാരണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. നീ പഠിപ്പും അറിവുമുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹത്തെക്കുറിച്ച് നിനക്ക് ചില സങ്കല്പങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് അധികാരമായില്ലെങ്കിലും എനിക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. മോളെ, നിനക്ക് ഉണ്ണിയെ ഇഷ്ടമാണോ? ഉണ്ണി എവിടെ പോയിരുന്നു? ഞാനന്ന് ലോഡ്ജ് വരെ പോയിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ സാർ? ഉണ്ണി ഒന്ന് ഓഫ് ചെയ്യും. എന്താണ് സാർ? ഉണ്ണി ഇരിക്കൂ. നമ്മൾ തമ്മിൽ ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ പോലെ തന്നെ എന്റെ മകൾക്കും ഉണ്ണി ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി ഉണ്ണിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ, പിന്നെ ഇവിടെ കടപ്പാടിന്റെ പ്രശ്നമൊന്നുമില്ല. ഉണ്ണിക്ക് ജോലി തന്നതും IAS എഴുതാൻ സഹായിച്ചതും ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് മൈ മോറൽ ഒബ്ലിഗേഷൻ. ധാർമ്മികമായ ചുമതല, അത്രമാത്രം. ഇല്ല സർ, അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ നിമിഷം വരെ മല്ലി എനിക്കൊരു സഹോദരി മാത്രമാണ്. എനിക്ക് അഭയം തന്ന സാറിനോട് ഞാൻ നന്ദിയോട് കാണിക്കില്ല സർ. ഓ, ഐ ആം സോറി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സർ. ടേക്ക് ഇറ്റ് ഈസി. മല്ലിയെ, മല്ലിക കരയാണ്. ഞാൻ കരഞ്ഞില്ലല്ലോ. മല്ലിക, ഇത്രയും കാലം ഞാൻ മല്ലികയോട് ഇടപഴകിയതും പെരുമാറിയതും ഒരു സഹോദരി എന്ന നിലയ്ക്കാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് അച്ഛനില്ല, സഹോദരിയില്ല. ആ നിലയിൽ മാത്രമേ മേനോ സാറിനെയും മല്ലിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് മല്ലികയുടെയും മേനോ സാറിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. മല്ലിക ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത്. എന്നോട് ക്ഷമിക്കും.
ഉണ്ണി ഉണ്ണി എന്താ യോസിക്ക രാത്രിയില്? നാട്ടിൽ എന്റെ കോപം വന്നിട്ടുണ്ട്. എന്നോടെന്താ പറയാനുണ്ടെന്ന്. നിങ്ങൾ കേറുവാ. എന്തു പറ്റി ഗോവ? പറഞ്ഞൂട്. എന്താടാ പറയടാ. ഇന്ന് രാവിലെ രാധികയുടെ വിവാഹം കഴിഞ്ഞു. വിക്രമനാണ് വരൻ. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. യൂസേ, അല്ല ഇതാര്? സുഖമാണോ? അതെ അതെ. ഉണ്ണി എവിടെ? ഉണ്ണിയെ ഉണ്ണിയെ ഇതാരാ വന്നിക്കണെന്ന് നോക്ക്. ഉണ്ണി, ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. നിനക്ക് IAS സെലക്ഷൻ കിട്ടി. കൺഗ്രാജുലേഷൻസ്. എന്റെ ബഹുമാനായ തമ്പുരാനെ. മൈ ഹാർട്ടി കൺഗ്രാചുലേഷൻസ്. ഉണ്ണി ഈ നാട്ടിൽ തന്നെ കളക്ടറായിട്ട് തിരിച്ചു വരണം. വെൽ ഡൺ മൈ ബോയ്. ഐ ആം പ്രൗഡ് ഓഫ് യു. ആ, അമ്മ ഉടനെ വിവരം അറിയിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറായിക്കോളൂ. ശരി, ഓർഡർ ഉടനെ വരും. ആ, വരട്ടെ. എന്റെ മോനെ. മാഹന്മാരെ, ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കലക്ടർ. കണ്ട ആപ്പ ഒന്നല്ല, IAS കലക്ടർ. നീ അറിഞ്ഞ ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കേട്ടാ നമുക്ക് ആ കൈ അങ്ങോട്ട് കൊടുക്കും. എല്ലാരും കേട്ടോളി, ഇന്ന് ഞമ്മളെ വക എല്ലാവർക്കും ഒരു ബടാഖാനുണ്ട്.